ഇന്ന് നിപ്പായുമായി ബന്ധപ്പെട്ട് 255 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 175 എന്നുള്ളതിൽ നിന്ന് കൂടുതൽ ആളുകൾ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, 255 പേർ. അതുപോലെ ഹയസ്റ്റ് റിസ്ക്, അതായത് ഹൈ റിസ്കിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഹയസ്റ്റ് റിസ്ക് ആയിട്ടുള്ളവർ 32 പേരാണ് ഉള്ളത്. അതുകൂടാതെ ഇതിൽ തന്നെ പ്രൈമറി കോൺടാക്ട്സും സെക്കൻഡറി കോൺടാക്ട്സും ഒക്കെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി കോൺടാക്ട്സിലാണ് ഹൈ റിസ്ക്കും ഹയസ്റ്റ് റിസ്ക്കും കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് ചെറിയ പനി ലക്ഷണങ്ങളുള്ള 3 പേരുടെ സാമ്പിളുകൾ കൂടി എടുത്തിട്ടുണ്ട്. അത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതെ 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 അതായത് നമ്മൾ 255 എന്നുള്ളത് ഈ റൂട്ട് മാപ്പ്, അതോടൊപ്പം തന്നെ പോലീസിൻ്റെ സഹായം തേടിയിരുന്നു, മൊബൈൽ ടെറർ ലൊക്കേഷൻ എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കണ്ടെത്തി ആണ്. പിന്നെ ആളുകളോട് സംസാരിച്ചും ഒക്കെ തന്നെ കൂടുതൽ ആളുകൾ കോണ്ടാക്ട്സിൽ വന്നവരായിട്ടുള്ള കൂടുതൽ ആളുകളെ കണ്ടെത്തി. അത് 175 ആയിരുന്നു. ഞാൻ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ അത് 255 ആയിട്ടുണ്ട്. അതിൽ 255 ആയി എന്നുള്ളത് കൊണ്ട് ആശങ്കപ്പെടേണ്ട. ആ 255 പേരെ പരമാവധി ആളുകൾ കോണ്ടാക്ട് ലിസ്റ്റിൽ എത്തുന്നു എന്നുള്ളത് അതിൻ്റെ അർത്ഥം ഒരാളും വിട്ടുപോകാതെ നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഹയസ്റ്റ് റിസ്ക് എന്ന് നമ്മൾ കരുതുന്നത് ഏറ്റവും അധികം സമ്പർക്കം, അതായത് കൂടുതൽ രോഗലക്ഷണങ്ങളുള്ളൊരു സാഹചര്യത്തിൽ ഹൈ കോണ്ടാക്റ്റിൽ വന്നവരാണ്. അവരാണ് 32 പേര് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. 13 ടെസ്റ്റുകൾ നെഗറ്റീവ് ആണെന്ന് രാവിലെ പറഞ്ഞു. അതെ. ഇപ്പോൾ നമ്മുടെ എത്ര ടെസ്റ്റുകളാണ് ഇപ്പോൾ ഫലം പ്രതീക്ഷിക്കുന്നത്? 3 പേരാണ് രോഗലക്ഷണങ്ങളുള്ളവർ. അപ്പോൾ നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് രോഗലക്ഷണങ്ങളുള്ളവർക്കാണ് മുൻഗണന കൊടുത്തിട്ട് അവരുടെ സാമ്പിളാണ് പരിശോധിക്കുന്നത്. അപ്പോൾ രോഗലക്ഷണം എന്ന് പറയുന്നത് പനി ലക്ഷണമാണ്. ചെറിയ തൊണ്ടവേദനയും തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഹയസ്റ്റ് റിസ്കിലുള്ളവരെ, ഹൈ റിസ്കിലുള്ളവരെ അല്ലെങ്കിൽ കോണ്ടാക്റ്റിലുള്ളവരെ പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചതാണ്. അതായത് തലവേദനയോ തൊണ്ടവേദനയോ ജലദോഷമോ ഒക്കെ ഉള്ളവരായിരിക്കാം, അല്ലാതെ വലിയ തീവ്രമായിട്ട് രോഗലക്ഷണമൊന്നും ഉള്ളവരല്ല. അവർ തന്നെ പറഞ്ഞ് ചെറിയ തൊണ്ടവേദനയുണ്ട്, തലവേദനയുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളവരെയാണ് 3 പേരുടെ സാമ്പിളുകൾ എടുത്തിട്ടുള്ളത്.